ഗൈസ്, ഗോവയിൽ ഒരു ഷോപ്പിംഗ് ആയാലോ? ഗോവയിൽ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഡ്രസ്സിന്റെ പൈസ ഒക്കെ ഒന്ന് അറിയണ്ടേ? ഇവിടെ കയറി ടോപ്പ് നോക്കിയാലോ? നോക്കടാ, കേറ്. ഒരാൾ ടോപ്പ് നോക്കാൻ വരുവാണ്. കൊള്ളാം. എന്നിട്ട് ഇങ്ങനത്തെ കടി അതാണ് ഞാൻ ഇന്നത്തെ ये कितना है? 650. कम कर देना. അല്ല ഇതിന്റെ അടിയിൽ എന്തിടും? ഇത് മൊത്തം വലയാണല്ല, എല്ലാരും എല്ലാം കാണുന്നു. അതെ, അതിന് മൊത്തം ഹോളാണ്. എല്ലാരും കണ്ടിട്ട് പോവില്ലേ? വേറെ दूसरा टॉप दिखाओ. ഇച്ചടെ 750 രൂപ. വേണ്ട. भैया ये कितना है भैया? 550. 450 തരാന്ന്. 550 ആണെന്ന്. ഇതെന്തെങ്കിലും മേടിക്കണണ്ടാ? മേടിച്ചു. നമുക്ക് നമ്മുടെ ട്രിപ്പ് പോകുന്നതിന്റെ ഒരു മെമ്മറിക്ക് വേണ്ടിട്ട് നമുക്ക് I love Goa. എവിടെ? എത്രയാന്ന് भैया ये कितना है भैया? 50 all of these anyone. 50. അതാണ് മേടിച്ചു. ഇത് കാന്തോ ഈസാ? ഇത് കാന്തോ? കാന്തോ? ഇതോടെ ഒട്ടിക്കണം. അലമാരിയിലൊക്കെ ഒട്ടിക്കാല്ലേ? ഫ്രിഡ്ജിൽ ഒട്ടിക്കണം. ഫ്രിഡ്ജിൽ ഐ ലോഗോ വേണ്ട. അപ്പൊ ഇത് മതിയോ? ഇത് മതി. കക്കയോ? കക്കയും കൊണ്ട് ആമക്കൊട്ടന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കക്കയും കൊണ്ട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് വരല്. പക്ഷെ ഇതെന്താ ടൈലോ മാർബിളോ? ടൈലാണെന്നാണോ? ടൈല്. ഇതുണ്ടോ ടൈലാ? ഇത് അത് വേണോ ഇത് വേണോ? അഗോണ്ട ബീച്ച്. അത് ഗോവയുടെ ഇതുപോലെ ഇതില്ല. ഇതാണ് ഭംഗി അല്ലേ? ഇത് കൊള്ളാം. നൈസ് അല്ലേ? എന്റെ അമ്മയുടെ വാല് കണക്കാണുള്ളത്. ഞടത്തിൽ പൊട്ടിക്കത് അല്ല, നമ്മുടെ തല. ഇത് വാല്. ഇത് തൊപ്പി വെച്ച ആമകൾ. भैया कितना है? 50 रुपीस. ഞാനിടും. भैया shall I try this? try by പൊട്ടിക്കിടപ്പുണ്ട്. थोड़ा जल्दी करो, उधर वो देखिएगा मैग्नेट है. നാളെ ചെടി വാ, നമുക്ക് അടുത്ത സ്ഥലത്ത് നോക്കാം. भैया ये चाहिए. हाँ ले लो चलो रखो इसमें. गूगल पे डाला भैया. गूगल पे ചെയ്തേ. भैया it's paid. ഒന്ന് ബാ, നമുക്ക് ഇവിടെ ടോപ്പ് ഒക്കെ കേട്ടോ. ഇത് അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ ആണോ? അതുപോലത്തെ ഏതുപോലത്തെ? അങ്ങനത്തെ കിട്ടാൻ ഡ്രസ്സുള്ളൂ. भैया कितना है भैया? हाँ 1150. भैया ये क्या है? टी शर्ट. ടീഷർട്ടോ? അത് പ്രിന്റ് ചെയ്ത് തരുമായിരിക്കും ഇവിടെ. അങ്ങനെ ഇരിക്കും അല്ലേ? भैया ये कितना है? हाँ ब्लैक 550. ये दिखाओ भैया. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? പക്ഷേ സൈസ് അറിയാണ്ട് എന്ത് ചെയ്യും? സ്ട്രെച്ചബിൾ ആണെന്നാ പറയണത്. സ്ട്രെച്ചബിൾ ആണെന്നല്ലോ, വലിച്ചു മുറുക്കിട്ടല്ലോ ഇറുകിയിരിക്കൂലേ. ഇതിന് ടോപ്പ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ടോപ്പ് ഇടുന്നു. भैया इसको टॉप दिखाओ. इसका सेम टॉप नहीं है. सेम नहीं है. ये कितना है भैया? ये 300. मैं लड़ गया. भैया ये टॉप दिखाओ भैया. हाँ ब्लैक भी दिखाओ भैया. ये कितना है? 450. 450. और ब्लैक भी दिखाओ. और है ಅದು വേണോ? इसमें कौन सा अच्छा लगेगा? चाहिए तो इसका ये है. ओके നൈസ്. ബ്ലാക്ക് മാത്രമുള്ള ആലേക്കാ. ഇത് നിഴലടിക്കാണ്ട് നല്ല വളർത്തില്ല. ആ നൈസാണല്ലേ?
ये पूरा कितना है? पूरा आएगा 750. 750. इसे നിർത്താല 750. അടുത്ത കൊള്ളാം. നിനക്കും കൂടി നോക്ക്. എനിക്ക് എടുക്കും. രണ്ട് നമുക്ക് വില വെച്ചാൽ. भैया जेंट्स का भी इसका मैच करने के लिए उसको भी दे दो. इसका मैच करने के लिए ओनली शर्ट आएगा. शर्ट दिखाओ. शर्ट. वो देखो सामने लगा. हाँ ब्लैक शर्ट आएगा कांचा. നമ്മുടെ സ്റ്റുഡിയോ ഷർട്ട്. हाँ. ये कड़ा गोवल है. और എന്തു പറയാ നമ്മൾ ആരും ഇവിടെ അറിയില്ല. स्टेप में ले लो लॉन्ग चाहिए तो ये शॉर्ट है ये लॉन्ग है दो टाइप. ഷോർട്ട് ആണെങ്കിൽ ഇതെടുക്കും ലോങ് ആണെങ്കിൽ അതെടുക്കാം. ഇത്തിരി വലുത് വേണ്ടി വരും. ये लॉन्ग है ब्लैक कलर को. ये लॉन्ग. ये भी ये कलर. सेम उसका लॉन्ग नहीं है. लॉन्ग में ये ब्लू ब्लैक. മറ്റേതല്ല. ഇതാ ആ ബ്ലാക്ക് ഷർട്ടിൻ്റെ കൂടെ പറ്റില്ല. शॉर्ट चाहिए हाँ चलो आइए अपन फिर ये कितना है भैया? पूरा सेट चाहिए इसका वो सेट भी मिलेगा. इसका सेट है. शर्ट है दिखाओ. है सेम रहेगा. ഓ ഇതിന്റെ ഷർട്ട് ഉണ്ട്. എന്നാ പിന്നെ അങ്ങനെ അടിച്ചാ പോരെ. दिखाओ. पूरा सेट कितना है? पूरा सेट आएगा 500 का. 500. हाँ दिखाओ भैया. നിന്റെ 750. എൻ്റെ 750. കുഴപ്പമില്ല. നമുക്ക് 650 ചോദിക്കാം. അതിൻ്റെ പേര് രണ്ടും കൂടെ അതെ ആട്ടി തുപ്പു നമ്മളെ. ഓ സീൻ കേക്കാ രണ്ട് മാസമായി. डबल एक्सएल एक्सएल ये बराबर बैठेगा. इसका साइज थोड़ा छोटा है. അപ്പോൾ ഇത് വലുതാണെങ്കിൽ നമുക്ക് ഇട്ട് തൂക്കിടുന്നുണ്ട്. ഓ നമ്മൾ ബ്ലാക്ക് ആണ് എടുക്കണം. അത് ബ്ലൂ അല്ലേ? അതല്ലേ മറ്റേ ബ്ലൂ ആണല്ലേ? ये वाला ब्लू ये ब्लू है. ये ब्लू है भैया. चेक कर लो पहन के. बाद में ब्लैक चाहिए तो ब्लैक दे देगा. ट्राई ചെയ്ത് സെറ്റ് ആക്കാം ഗൈസ്. ये खुल गया है. See how it will be look like. ഓ മോനെ ഡബിൾ എക്സൽ ആ പക്ഷെ കറക്റ്റ് അല്ലേ? സീ നോക്ക് ഗൈസ് കിട്ടട്ടെ. എങ്ങനെയുണ്ട്? സുന്ദരല്ലേ? ആ ഇത് എക്സൽ കറക്റ്റ് ആണ്. എക്സൽ വന്നിട്ട് എക്സൽ ആണ്. ആ പൊളിയാണ്. സീൻ ठीक है इसका ब्लैक दो. ये इसका ब्लैक. ഗോവയിൽ വന്നിട്ട് ഒന്ന് മേടിച്ചെടുക്കണം. നമ്മൾ ഗോവയിൽ വന്നിട്ട് ഗോവ സ്റ്റൈൽ ഡ്രസ് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. എല്ലാം കിച്ചട്ടെ. ആൽപ്പുളിയായിരിക്കും പൊളിക്കുന്ന പൊളി. പക്ഷെ എൻ്റെ ഡ്രസ്സ് എനിക്ക് കുറച്ചും കൂടി തപ്പണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇത് നല്ല അടിവശം രസമുണ്ടാവും. രസം ഉണ്ടാവും അല്ലേ? ചേരുമല്ലോ എനിക്ക്. നല്ലായിരിക്കും അല്ലേ? कितना है ये सेट को? ये सेट का हो गया 750. उसका हो गया 500. ये भैया थोड़ा डिस्काउंट करके दे दो भैया. ये आपको बराबर रेट बताया. सेट ले रहा है इसलिए. नहीं तो ये 450 का आता है वो 350 का आता है. 800 हो जाता है. अब सेट किया मैं 50 कम कर दिया आपको. 50 वाला यही है. हम लोग का ज़्यादा रेट नहीं होता है यहाँ पे. ये 600 को दे दो भैया. 600 में सब आता भी. हम लोग ज़्यादा रेट नहीं करता. हम लोग का बीच एरिया में वो नहीं चलता है एक्स्ट्रा बोलने का. അവരുടെ ചോദിച്ചില്ല ബട്ട് സ്റ്റിൽ നമ്മൾ മേടിക്കും. ഇരിക്കട്ടെ അല്ലേ? അതെ. ആ ठीक है भाई. ठीक है भैया पैक करो. എത്ര? 650 500 1150. സെറ്റ് മാസം ഉണ്ട് പൈസ ഗൈസ് നമുക്ക് പേ ചെയ്യട്ടെ ഗൈസ്. നമുക്ക് നമ്മൾ മേടിച്ച ഡ്രസ്സിന് ആക്സസറീസ് സെറ്റ് ചെയ്യാം. ഏതാ കയ്യിലിടാനല്ലേ? അല്ലേ അല്ല എനിക്ക് ഇതിൻ്റെ ഇത് ഭയ്യ ഇതെങ്ങനെ ഉണ്ടാവും ആ ഡ്രസ്സിന്? നൈസ് ആയിരിക്കും അല്ലേ? नहीं ये इधर है तो देखो भैया. किधर से मिला आपको? ये इधर से मिला.
എടാ ബ്ലാക്കിന് ബ്ലാക്ക് തന്നെ ഇടണമെന്നില്ലല്ലോ. ഇതെങ്ങനെയുണ്ട്? ഇത് കുറച്ച് നൈസല്ലേ? തരൂല്ലേ? പിന്നെ നിങ്ങൾ ഗോവയിൽ വരണമെങ്കിൽ ഷോപ്പിംഗ് നടത്താതെ ഒരിക്കലും പോകരുത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ബീച്ച് മാത്രം കണ്ട് പോവരുത്. എന്തായാലും ഇവിടെ ഷോപ്പ് ചെയ്യണം. ഇതുകൊണ്ട് എന്ത് ഭംഗിയുള്ള ഡ്രീം ക്യാച്ചേഴ്സ് ആണ് നോക്കി. നല്ല രസമില്ല എല്ലാം കാണാനായിട്ട്. അതേപോലെ ഈ പറയുന്ന സംഭവമൊക്കെ ഇതൊക്കെ കണ്ടോ. ഇത് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ കാണുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നത്. അതിന് 50 rupees ഉള്ളൂ. കണ്ടോ 50 rupees ഉള്ളൂ. പിന്നെ ദേ അവിടെ ഇരിക്കണ എല്ലാ സാധനത്തിനും ഇതിനൊക്കെ ജസ്റ്റ് 20 rupees ഉള്ളൂ. അതുകൊണ്ട് പൊട്ടിപ്പോയി അവരുടെ കയ്യിലിട്ടായിരുന്നു. ദിസ് ഇസ് 20 rupees ഉള്ളൂ. നമ്മൾ ഇവരുടേതായ ഒരു ഒതൻറ്റിക് സംഭവങ്ങൾ എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ്. എല്ലാ ഷോപ്സും കയറണം നിങ്ങൾ. ഇത് ഞാൻ 10 രൂപക്ക് മേടിച്ച സാധനമാണ്. അത് പൊട്ടിപ്പോയി. ലൈറ്റ് കത്തണില്ല. നമുക്ക് സ്പെഷ്യൽ സീറ്റ്സ് നോക്കാം. 200 rupees 5. स्पेशल सीट्स है ये सब 200 है भैया. ഇതെല്ലാം ഒരേ പോലെ കാണാം. എന്തെല്ലാം വ്യത്യാസം നമ്മൾ കഴിക്കില്ല. ആർക്കും കൊണ്ട് കൊടുക്കാം. വേണോ? വേണ്ടല്ലേ. नट्स को कितना है भैया? 656. कितना? 1 kg 650. ലാഭമല്ലേ 1 കിലോ എത്രയോ ഗ്രാമാണ് നമ്മൾ 650 രൂപ മേടിക്കണത്. 1 kg ആണ്. പക്ഷെ അത് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം വരും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എല്ലായിടത്തും കെട്ടുകെട്ടായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. നല്ലതാണെങ്കിലോ. നട്സ് കഴിച്ചാൽ നമുക്ക് വണ്ണം വെക്കും. ഓ കിടിലൻ തൊപ്പി. ചോദിച്ചോക്കെ भैया हाथ को कितना है? ഏതാണ് ബ്ലാക്ക്? ये 200 का है सर. इसमें आपको बड़ा चाहिए तो 250 का है. 350 250 ये सब बड़ा है. ये स्मॉल साइज ये वाला वो 200. अल्लाह 200 ये कितना है भैया? कौन सा? ये बड़ा है 300 का. 300. ഗൈസ് നാളെ ഒരു അൽപ്പൊളിക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ട് അമ്മയോട് ബാർഗെയിൻ ചെയ്തൊക്കെ ഞാൻ ഒപ്പിച്ച് തരുന്നു. 400 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് അവൻ 450 പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞേ അത്രയും തരാൻ പറ്റില്ല, 450 തരാൻ പറ്റുള്ളൂ. അവൻ ഓക്കെ അടിച്ചപ്പോൾ തന്നെ. ഞാൻ കേട്ടില്ല ഗൈസ് 400 രൂപ പറഞ്ഞ സെറ്റ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അവനോട് ഞാൻ 200 150 വെച്ച് 350 രൂപ എന്ന് പറയാൻ വേണ്ടി ഇരുന്നപ്പോത്തിന് 400 ജസ്റ്റ് 400 അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അവനോട്. അവൾ അതിൻ്റെ ഇടയ്ക്ക് ഉറപ്പിച്ച് കളഞ്ഞു. ചെക്കനെ ഇവക്ക് മറ്റേ കണ്ണാടി പിടിച്ചു കൊടുക്കുന്നു, അടിപൊളിയാന്ന് പറയുന്നു, തൂക്കാന്ന് പറയുന്നത്. അവള് ഓക്കെ ചെക്കൻ പറയുമ്പോ തന്നെ അവള് എന്റെ ഭാഗത്ത് പറയാം അവന്റെ ഭാഗത്ത് നിന്ന് നശിപ്പിച്ച്. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വന്ന് ബാർഗെയിൻ ചെയ്ത് മേടിക്കണം. ബാർഗെയിൻ ചെയ്ത് മേടിച്ച് നമുക്ക് കുറച്ച് മേടിക്കാം. പക്ഷെ ഡ്രസ്സിലൊന്നും ബാർഗെയിനിങ് നടക്കില്ല കേട്ടോ. അവര് തരുന്നില്ല. അതായത് അവർക്ക് അറിയാം കയറി കയറുന്ന പറഞ്ഞിട്ട് നമ്മള് കയറി കഴിഞ്ഞാൽ നമ്മള് ബാർഗെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് അവര് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ സാധനം കൊള്ളാം അല്ലേ? ഇതൊക്കെ അടിപൊളി സാധനം. നമ്മുടെ നാട്ടില് പൈസ നല്ല വിലയാവും. നല്ല വിലയാവും സാധനത്തിന്. 2 കൂടിയാണ് നമ്മൾ 750 രൂപ മേടിച്ചത്. നമ്മള് കൊച്ചിയില് അത്യാവശ്യം ലേഡീസിനെയൊക്കെ മാത്രമുള്ള ഷോപ്പുകൾ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടില്ല ഒരു ഫുൾ സെറ്റ് ആയിട്ട് വന്നേച്ചത്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മളത് മറ്റേ എറണാകുളത്തെ ഷോപ്പിൽ കയറിയപ്പോ തന്നെ ഞങ്ങൾ കണ്ട സാധനം. അപ്പൊ അത് അതിന്റെ മേളിലിരുന്ന വൈറ്റ് സാധനത്തിന് മാത്രം 1050 രൂപയാണ് ഒരു വില പറഞ്ഞത്. ഏതാ നെറ്റ് പോലെ സാധനം മേത്തിരുന്ന 1050 രൂപ. ഇത് ആ നെറ്റ് പോലെ സാധനം പിന്നെ ഒരു ഡ്രസ്സും കൂടെ ഉണ്ട് അതിന്റെ കൂടെ. അതിന് 2 കൂടി 700 രൂപ ഉള്ളൂ. ഇവിടെ ഡ്രസ്സ് നല്ല റീസണബിൾ പ്രൈസാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡ്രസ്സിന്റെ അവർ ഓൾറെഡി റീസണബിൾ പ്രൈസിലാണ് തരണേന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് നിർബന്ധമില്ല നമ്മൾ കയറി എടുക്കണമെന്ന്. നമ്മൾ കയറിയിട്ട് എടുക്കാണ്ട് പോന്നാലും അതേ കിട്ടും മനസ്സാണ്. നമ്മള് അതിവിടെ എത്രയാണെന്ന് ചോദിച്ചിട്ട് പോയാലാണോ? എന്തിനാണ് നമുക്ക് വിഷമം വരാനാ? അതെ, നമ്മള് കയറിയിട്ട് അവർക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കണത് അല്ലേ? ഒരു മൈൻഡ് പോലും. ബാക്കി കടക്കാരൊക്കെ കേറി 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 എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഈ ഡ്രസ്സിന്റെ കടക്കാരല്ല, അവര് മൈൻഡേ ചെയ്യണില്ല നമ്മളാ.
ഈ തലമുടിയിൽ കെട്ടണ ഒരു സാധനം ഉണ്ടല്ലോ ഗോവയിലത്തെ ഇപ്പോഴത്തെ സ്റ്റൈല് ഇങ്ങനെ പിന്നെ കെട്ടിത്തരുമല്ലോ ഒരു ഇത് അത് ഒരു പീസ് 150 വേറൊരാക്കത്. മറ്റേ നമ്മളെ കയ്യിൽ കെട്ടണ പോലത്തെ ആ ഒരു നൂല് പോലത്തെ സാധനം പറഞ്ഞത് 150 അല്ലേ? 150 രൂപ. എന്താ പറയാ, കുറച്ച് കഴിയുമ്പോ ഞാനത് കഴിച്ച് പറഞ്ഞിങ്ങനെ അറിയും. കുറച്ചുകൊണ്ട് പഠിച്ച് കളയാനുള്ള സാധനത്തിന് 150 രൂപ എന്താ. ഗൈസ് നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് മറന്നുപോയി ഗൈസ്. നമ്മൾ പാർക്ക് ചെയ്തിട്ട് അതേ ഒരു ഫ്ലോയിൽ ആൾക്കാരുടെ ഒപ്പം നടന്നു വന്ന് കറക്റ്റായിട്ട് നമ്മൾ ബീച്ചിൽ കയറി. ഇപ്പോൾ ബീച്ചിൽ നിന്നാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് നടന്ന് നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒരുപാട് നടന്നു. പക്ഷേ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് മനസ്സിലാവണില്ല. ഞങ്ങൾ ഇങ്ങോട്ട് ചെന്നപ്പോൾ ഇത്രയും നടന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കുറേ നടന്നു നിന്നിട്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പോലീസ് ഗാർഡ് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ തിരിച്ച് നടക്കണമെന്നാണ് പറയണത്. തീർച്ചയായിട്ടും അന്തം വിട്ട് കുന്തം വിഴുങ്ങി മാപ്പിൽ എന്തോ നോക്കിക്കൊണ്ട് എങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് എത്താവത്. ഓനോ ഞങ്ങളാണെങ്കിൽ ആ കാറ് പേയാൻ പാർക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ലിപ്പ് കിട്ടുമല്ലോ, അത് കാറിൻ്റെ ഉള്ളിൽ വെച്ചും പോന്നു. എന്ത് ചെയ്യും, നമ്മൾ ട്രാപ്ഡ്, വി ആർ ട്രാപ്ഡ്. കിച്ചേട്ടാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടേ എന്താണ് നല്ല വഴി ഉണ്ടാവും. ആ തിരിച്ച് നടന്നു നോക്കാം. എടാ നമ്മൾ പെട്ടെന്ന് വന്ന് ബീച്ചിലോട്ട് കയറിയില്ലേ, എനിക്ക് മനസ്സിലായി വഴിപ്പാ. അയ്യോ നമ്മൾ എന്ത് ചെയ്യും കിട്ടട്ടെ, നമ്മൾ എന്ത് ചെയ്യും ബല്ലയ്യ പറയും ബല്ലയ്യ. വി ആർ ട്രാപ്ഡ്, നമ്മൾ പെട്ടു ഗായ്സ്. കുട്ടിമാമായോ ഞങ്ങളെ പെട്ടു മാമ തിരിച്ചു വരാ. കിട്ടേ ടെൻഷനായിട്ട് ഇത് മാപ്പിലിട്ട് എന്തൊക്കെയോ നോക്കുന്നു. എങ്ങനെ പോകാം, ഇവിടെ എങ്ങനെ രക്ഷപ്പെടാതെ കിട്ടട്ടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകും, നേരെ ഒരു സ്ട്രീറ്റാണ്. നമ്മളിങ്ങനെ നൈസായിട്ട് പർച്ചേസ് ചെയ്ത് നടന്നു. എന്താണ് മോനെ ചുമ്മാ അങ്ങോട്ട് കാര്യമില്ലല്ലോ. അങ്ങോട്ടല്ല എന്തായാലും നമ്മൾ ചോദിച്ചാ മറ്റേ ഞങ്ങള് ഒരു മറ്റേ എന്താ സെക്യൂരിറ്റി ഇല്ലേ, ഒരു വലിയ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോഴും പോലീസുകാരോട് ചോദിച്ചപ്പോഴും അവർ രണ്ടുപേരും തിരിച്ചെടുക്കാനാ പറഞ്ഞത്. തിരിച്ചടന്നാ പക്ഷെ എവിടെ നമുക്ക് കട്ട് ചെയ്യാണ്ടോ ഈ ടോപ്പ് സ്റ്റുഡിയോയിലെ ടോപ്പ് സ്റ്റുഡിയോയിൽ ഭയങ്കര ഓഫർ നടന്നില്ലേ, അപ്പൊ ഭയങ്കര വിലക്കുറവിൽ ഈ ടോപ്പ് കിടപ്പുണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടോ ടോപ്പ്. അറ്റ് ലാസ്റ്റ് we found our vehicle. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഞങ്ങളിത് ഇങ്ങനെ പിടിക്കേണ്ട മൂക്ക് ഇങ്ങനെ പിടിച്ചാണ് ഇപ്പോൾ വന്നിരിക്കണത്. കുറേ കറങ്ങി കണ്ടുപിടിച്ച് നമ്മൾ അവസാനം നമ്മുടെ മുട്ടനെ കണ്ടുപിടിച്ച് ഇവിടെ ആയിരുന്നു. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഇങ്ങനത്തെ പണിയാ കാണിച്ചേ. അപ്പൊ തന്നെ കാറ് നീയൊക്കെ ഇവിടെ പോയാൽ വിഷമിച്ചു നീയൊക്കെ ഇത് വഴി പോയി എന്നോട് ഒറ്റക്കാക്കിയിട്ട്. അങ്ങനെ നമ്മളുടെ കൊച്ചി ടു ഗോവ റോഡ് ട്രിപ്പ് ഡേ 4 ഇന്നിവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് നമുക്ക് പോയി കിടന്നിറങ്ങണം. നമ്മൾ ക്ഷീണിച്ച് മരിച്ചു അല്ലേ ചേട്ടേ, നമ്മൾ വിഷമിച്ചു പോയി. എന്നാലും നമ്മൾ പോറായിട്ട് നാളെ ഇതിലും ശക്തിയിലും നമ്മൾ പൂർവാധികം ശക്തിയിൽ തിരിച്ചു വരുന്നതായിരിക്കും ഗായ്സ്. നമ്മൾ നാളത്തെ ഡേ ഒരുപാട് നേരത്തെ തുടങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നേരത്തെ എണീറ്റാ നേരത്തെ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. പത്രോളൂ. ടാറ്റാ ബൈ ബൈ.